നമ്മൾ അങ്ങനെയല്ല. നമ്മളൊരു പ്രസവം കഴിഞ്ഞ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. ആ സ്ത്രീക്ക് അവരുടെ ജോലി ഉണ്ടാവും, അതിനകത്ത് പോകാനുള്ള അവസരം കൊടുക്കുന്നു. അപ്പൊ അവരൊരു 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ അടുത്ത പ്രസവത്തിന് പോവുക. പക്ഷെ നമ്മൾ ഈ 10 വർഷം വെയിറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾ 2 വർഷം കൂടുമ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായി? നമ്മൾ 10 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 4 പേർ കൂടി 4 കുട്ടികളേ ഉള്ളൂ. അപ്പൊ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 20 കുട്ടികളും നമുക്ക് അപ്പോഴും 4 കുട്ടികൾ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഈ പെറ്റുകൂട്ടുക, പന്നി പറഞ്ഞ പോലെ പേറുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, നിനക്കൊന്നും കഴിവില്ലാത്തോണ്ടല്ല, നിനക്കൊന്നും പറ്റാത്തോണ്ടൊന്നുമല്ല. അല്ല, നിനക്കൊക്കെ മറുപടി അങ്ങനെ ത്രേസ്യാമ്മ ചേട്ടത്തി പറഞ്ഞു തരും. ത്രേസ്യാമ്മ ചേട്ടത്തിയെ, അമ്മച്ചിക്ക് എത്ര മക്കളാ? 15 പിള്ളേരുണ്ടാ? പിന്നെ മാത്തച്ഛൻ, കുര്യൻ, ഫ്രാൻസിസ്, തോമാച്ചൻ, ദേശാച്ചൻ, മാത്യം, തങ്കച്ചൻ, ടോമി, മേരി, കുട്ടിയമ്മ, എരസി, ഇസി, ലൂസി, ജോയി, സാബു. അമ്മച്ചിയെ നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കുറച്ചു മുമ്പ് കാണാനിടയായ വീഡിയോ ആണ്. ഇത് നമ്മുടെ ആലപ്പുഴക്കാരൻ ഒരു മൊല്ലാക്കയാണ്. ആരിഫ് ഹുസൈനെ കുറിച്ച് എന്തൊക്കെയോ പറയുകയാണ്. ആരിഫ് ഹുസൈൻ ഒരു ഡിബേറ്റിനെ കണ്ട് വിളിച്ചിട്ട് ആൾ മുങ്ങിയിട്ട് പിന്നെ പൊങ്ങിയിട്ടില്ല. ഈ ഓൺലൈനിലൊക്കെ വന്ന് ഇങ്ങനെ കണവണ പറയാൻ മാത്രം കൊള്ളാം. ആണുങ്ങളെ പോലെ ഒന്ന് നേർക്ക് നേരെ എന്ന് പറയാനുള്ള സംഭവമൊന്നുമില്ല. കാക്ക അങ്ങനെയല്ല. കാക്ക ഒറ്റക്കൊറ്റക്ക് ഒരു സംഭവം നടത്തില്ല. കാക്കന് കാക്കാക്കൂട്ടം വേണം, അതുകൊണ്ടല്ല കാക്കാന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാക്കാക്കൂട്ടങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട്, ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബ് വഴി ഓൺലൈൻ വഴിയൊക്കെ ഇങ്ങനെ തള്ളും. അതിനകത്ത് വന്ന് കമൻ്റ് ഇടാൻ വിവരം കെട്ട വിദ്യാഭ്യാസം ഇല്ലാത്ത പറങ്ങാണ്ടി കാക്കാമാർ വരികയും ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് തെളിഞ്ഞ വർത്താനം പറയാൻ വേണ്ടിയിട്ട്. അത് അവരുടെ കാക്കാൻ്റെ കാക്കായുസം അറിയാമല്ലോ എല്ലാവർക്കും. ഇതാണ് കാക്കാന് വകതിരിവില്ലെന്ന് പറയുന്നത്. കുറെ പിള്ളേരെ ഉണ്ടാക്കിയിടുന്നത് അതാണ് കഴിവ് എന്നാണ് ഇവൻ ഒക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവന്മാരോട് നമുക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള വിരോധമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു തരം വൃത്തികെട്ട മെനക്കെട്ട തന്തക്ക് പറക്കാത്ത വർഗമാണ് ഇവന്മാരെന്നൊക്കെ പറഞ്ഞത്. ഒരു പണിക്കും പോകാണ്ട് ആൾക്കാരിങ്ങനെ തള്ളി തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന്മാരെ വിശ്വസിപ്പിച്ച് അങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ഇവന്മാരുടെ ഒരു ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ പട്ടിപ്പേർന്ന് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. പട്ടിപ്പേർ ഇങ്ങനെ പെറ്റുണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇവന്മാർക്ക് കുറച്ച് ജയ് വിളിക്കാനും, ഇവന്മാർക്ക് പണിയെടുത്തിട്ട് ഇവന്മാർക്ക് ഗവൺമെൻറ് ടാക്സ് കൊടുത്തോണ്ട് ഇവന്മാർക്കും പള്ളിയിൽ ചെന്ന് ടാക്സ് അടക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ പറഞ്ഞത്. അപ്പം ബാക്കിയുള്ളവർ 10 വർഷത്തിൽ ചിലപ്പോൾ 2 പിള്ളേരുണ്ടാക്കുമ്പോൾ ഇവന്മാർ ചിലപ്പോൾ 2-3 വർഷം കൊണ്ടിട്ട് ഓരോ വർഷത്തിൽ ഓരോന്ന് ഇറക്കി വിടും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആരിഫ് ഹുസൈൻ ഇതിനകത്ത് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. ഒരു പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞാൽ, പ്രസവം എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ ജീവൻ ഭൂമിയിലേക്ക് ഇറക്കുവാണ്. അതിന് എന്തെങ്കിലും ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ട് അങ്ങനെയുള്ള പിള്ളേരെ കൊണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. മനുഷ്യർ കുറേ ഭൂമിയിൽ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഉള്ളത് ക്വാളിറ്റി ഉള്ളതായാൽ മതി. അപ്പോൾ അത് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ വെറുതെ അങ്ങ് ഉണ്ടാക്കലല്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സോറി കേട്ടോ ഞാനിങ്ങനെ പറയാനും, കഴപ്പെന്ന് പറയുമ്പോൾ എല്ലാവരും കാര്യം മനസ്സിലാവും. പിന്നെ ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയേണ്ടി വരും. അതിനൊരു തത്തുല്യമായിട്ടുള്ള വാക്ക് മലയാളത്തിൽ വേറെ എനിക്ക് അറിയാൻ പോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. സാധാരണക്കാരൻ തൊട്ട് എല്ലാവർക്കും കഴപ്പെന്ന് പറയാൻ മനസ്സിലാവില്ല. എന്താണ് കഴപ്പെന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. പറയുന്നവൻ ചിലപ്പോൾ തെറ്റുകാരനാണ്, പക്ഷേ എല്ലാവർക്കും അറിയാം. കഴപ്പ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. അപ്പോൾ കഴപ്പിൻ്റെ പേരിൽ പിള്ളേരെ ഉണ്ടാക്കി ഇടാത്തതാണ് ബാക്കിയുള്ളത് ചെയ്ത തെറ്റ്. ആ മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ഇവന്മാരെ ഈ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ ചെയ്ത തെറ്റതാണ്. കഴപ്പിൻ്റെ പേരിൽ പിള്ളേരെ ഉണ്ടാക്കുന്നില്ല. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. മനസ്സിലായ? ഉത്തരവാദിത്വം കൊണ്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ടാണുണ്ടല്ലോ. നമ്മൾ പെട്ട കഷ്ടപ്പാട് നമ്മുടെ കൊച്ചു പെടരുത്, നമ്മുടെ പിള്ളേർ പെടരുത്. മര്യാദക്ക് ജീവിക്കണം. ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അവനവന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആന്മാര് ജീവിക്കണം പിള്ളേർ എന്നുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ്. ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് അങ്ങനെ ജീവിക്കുന്നത്? തലക്കകത്ത് ഇതിനകത്ത് ചെളി ഉണ്ടാവരുത്. നിന്നെയൊക്കെ പോലുള്ള വാണങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ, വാണങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇറക്കേണ്ടി വരരുത്. പട്ടി പറ്റുമ്പോൾ പെട്ടിട്ടാലുണ്ടല്ലോ ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 4-5 പിള്ളേരെ കൊണ്ടാക്കിയിട്ട. ഈ വധൂരിയാണ് പറഞ്ഞത് എല്ലാം ഈ കുടുംബം, മുസ്ലിം കുടുംബങ്ങളും 5 പിള്ളേരെങ്കിലും കുറഞ്ഞത് ഉണ്ടാക്കിയിടണമെന്ന്. ഉണ്ടാക്കിയിട്ടിട്ട് ആർക്ക് ഗുണം? ഇനിയുള്ള കാലത്തൊക്കെ എന്തൊക്കെയാണ് കാണേണ്ടതെന്നറിയാവാ. ഇങ്ങനെ പെറ്റുണ്ടാക്കിയിടണം. എന്തിനാണ് അത്രയും ചെയ്യണം? എന്തിനാണ് അത്രയും മനുഷ്യരെ ഉണ്ടാക്കിയിടുന്നത്? ഉള്ളത് ക്വാളിറ്റി ഉള്ളതായ മതി. അല്ലാണ്ട് പിന്നെ നിന്നേക്ക് അടുത്ത് വന്നിട്ട് പല രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, പറയും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പെറ്റിങ്ങനെ ഉണ്ടാക്കിയിടും. എന്നിട്ട് മദ്രസയിൽ കൊണ്ടിടും. പഠിപ്പിക്കാൻ പോലും ഇല്ല, ചില്ലറയില്ല, ചിക്കളിയില്ല പോക്കറ്റിൽ. കണ്ടവൻ്റെ ഊമ്പണം, കണ്ടവൻ്റെ കട്ട് തിന്നണം. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഹിന്ദുവിനെ ക്രിസ്ത്യാനിയുടെ അമുസ്ലിങ്ങളുടെ ഒക്കെ കട്ടാണ് ഇവന്മാർ തിന്ന് ജീവിക്കുന്നത്. അവിടെ അതില്ല. അവിടെ എല്ലാവരും കാക്കന്മാരാണ്. അവിടെ നിന്ന് ഇവിടുന്ന് എല്ലായിടത്തും കളവാണ്. പിന്നെ ഇവിടെ കൊണ്ട് എല്ലാവരും പണി ഇതല്ലേ.
അവിടെ നിന്ന് ഇവിടുന്ന് കട്ടിട്ട് ഇവിടുന്ന് കട്ട് അവിടുന്ന് കട്ടി ഇവിടുന്ന് എന്നിട്ട് പെറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഇടും. എന്നിട്ട് ഈ പിള്ളേർ ഉണ്ടാക്കിയിട്ട് പിള്ളേർ അവിടെ നിന്ന് മദ്രസയിൽ എന്നിട്ട് അതുങ്ങൾ എന്താണ് പഠിക്കുന്നത്, ഇതാണ് പഠിക്കുന്നത്. എന്നിട്ട് ഈ പുസ്തകം വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞിരിക്കും പിള്ളേർ ഇതിങ്ങനെ വായിച്ച് വേണേൽ വീഡിയോ ഇട്ട് തരാം. ഇവന്മാരുടെ അടിമകളായിട്ട് വെറും നായിൻ്റെ മക്കളായിട്ട് ജനിച്ച് വീഴണേ. എന്നിട്ട് അവിടെ കിടന്ന് വിരകി പണ്ടാരടക്കി കളവും ഈ കഴിവേർത്തരങ്ങളുമായിട്ട്. കാരണം ജീവിതത്തിൽ ഇതെല്ലാം പഠിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ നടക്കും. അതിന് വേണ്ടി കുറേ നായിൻ്റെ മക്കളെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളെ, നാട്ടിലും കണ്ടിട്ടുണ്ട് പുറത്തും കണ്ടിട്ടുണ്ട്. നാട്ടിൽ കുറച്ച് കുറവ് വേറെ ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിലെ മതസ്ഥരുടെയും വേറെ വിശ്വാസികളുടെയൊക്കെ ഇടയിൽ കിടക്കുന്നതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള അച്ചട്ടായിട്ടുള്ള ഇസ്ലാം കാണിച്ചാൽ നാറിപ്പോകുന്നുള്ളത് കൊണ്ടിട്ടാണ്. അല്ലേ, ഇന്ത്യയുടെ കാര്യം എന്തായാലും ഒതുങ്ങിപ്പോകുന്നുള്ളത് കൊണ്ടിട്ട് ഇവന്മാർ ഇങ്ങനെ സമാധാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിക്കോ മൊല്ലാക്ക, ഈ മൊല്ലാക്കയും വേറെ ഇതുപോലെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. ഉത്തരവാദിത്ത ബോധമാണ്. ആണുങ്ങളിലാണ് അങ്ങനെയൊക്കെയുള്ള 10 വർഷത്തിൽ 2 ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കാര്യം വെച്ചാൽ നമുക്ക് വിഷം നമ്മുടെ ഉള്ളിൽ കിടന്ന വിശക്കുള്ളൂ. നമ്മുടെ പിള്ളേരെ വിശപ്പിക്കുകയല്ല. അതിനുവേണ്ടി കണ്ടവനെ കാക്കാനും പറഞ്ഞു വിടില്ല. ആ കണ്ടവൻ്റെ അടുത്ത് കൊണയടിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വകതിരിവെന്ന് പറയുകയാണ്. കാക്കനെ വകതിരിവില്ലല്ലോ. കാക്ക വകതിരിവില്ലാണ്ട് ജനിച്ച് വകതിരിവില്ലാണ്ട് ജീവിക്കുന്ന വർഗ്ഗമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള തള്ളൊന്നും ഇറക്കരുത്. പിന്നെ ഈ മുസ്ലിം പെൺകുട്ടികളോട് കൂടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വലിയ പൊക്കിപ്പിടിക്കുന്ന മതം ഈ സംഭവമൊക്കെ കൊണ്ടല്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം ആ പെണ്ണിൻ്റെ ജീവൻ തന്നെ അങ്ങോട്ട് മാറുകയാണ്. പിന്നെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ജീവിക്കുന്നത്. ശാരീരികം ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സമയം കിട്ടൂല, അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇതിങ്ങനെ എല്ലാ വർഷവും 2-3 എണ്ണത്തിനെ ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ഇത് നിങ്ങളെ കെട്ടിയാമാർ വന്നിട്ട് ഈ കൊച്ചിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അവർക്ക് പണിക്ക് പോകണ്ടേ? അപ്പോൾ ഈ ഉണ്ടാക്കിയിടാൻ മാത്രമേ ഇവർക്ക് കൊള്ളാം. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. ആർക്കെന്ത് ഗുണം? നിങ്ങൾ ഈ ഉണ്ടാക്കിയിടുന്നത് ഈ ഇവന്മാർക്ക് അടിമകളായിട്ട് നിർത്താൻ വേണ്ടി കുറേ ആൾക്കാരെ കൊച്ചു മനുഷ്യരെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭാവിയിൽ ഈ പിള്ളേർ അത് തണ്ടണമാരത് ഇവന്മാർക്ക് നേതാക്കളായിട്ട് നിൽക്കാനും മുതലെടുക്കാനും ഇവന്മാരുടെ സ്ലോഗൻ വിളിക്കാനും കുറേ സാധനങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ കഴപ്പിൻ പ്രതി അങ്ങ് ജീവിക്കാന്നുള്ളൊരു ജീവിതം. എന്നിട്ട് അത് വന്നിട്ട് ഈ ഓപ്പണായിട്ട് വന്നിട്ട് പറയണമെങ്കിൽ എന്തുമാത്രം മാലിന്യം അവൻ്റെയൊക്കെ മനസ്സിലുണ്ട്. അത് കേൾക്കണമെങ്കിൽ ഈ മതവിശ്വാസം എന്ന് പറഞ്ഞു കിടക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെന്ത് പൊട്ടന്മാരാണ്. ഞാൻ ഈ സ്ത്രീകളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. സ്ത്രീകൾ കുറച്ചുകൂടി ബോധമുള്ള മനസ്സിലാക്കുന്നൊരു വർഗ്ഗമാണ്. വേറെ ഒന്നുമല്ല, ഇത് പ്രസവം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ ഇത്രയും വലിയ പ്രസവ വേദന സഹിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതിനകത്ത്. പ്രസവിക്കേണ്ടെന്നല്ല, അത് പ്രസവം പിള്ളേർ വേണം നമുക്ക്, പക്ഷെ ക്വാളിറ്റി വേണം. നമുക്ക് ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി ഉണ്ടായതിന് ശേഷം വേണം ഒരു കൊച്ചിനെ ഉണ്ടാക്കി ഇടാനായിട്ട്. ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പണവും കാര്യങ്ങളൊന്നുമില്ല. ആ ക്വാളിറ്റി മനുഷ്യനുണ്ടെങ്കിൽ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാം വരും. പണമായാലും പ്രശസ്തിയായാലും ബഹുമാനമായാലും ഒക്കെ വരും. ആ ക്വാളിറ്റി ഉള്ളിൽ ഉണ്ടായിച്ചാൽ മതി. അതിന് കണ്ടവന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കരുത്. അതിനുള്ള അവയർനെസ് വേണം. അവയർനെസ്, അവബോധം എന്നൊരു സംഭവമുണ്ട്. അവബോധം എന്നൊരു സംഭവമുണ്ട്. തിരിച്ചറിയാനുള്ള സംഭവങ്ങൾ. ഇങ്ങനെയുള്ളവന്മാർ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അല്ലാണ്ട് ഇങ്ങനെയുള്ളവന്മാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആ കമൻറ്റ് ബോക്സിൽ റാഹത്ത് കൊടുക്കണേ, എൻ്റെ ഉസ്താദിന് തേങ്ങ കൊടുക്കണേ, അവൻ്റെ പെണ്ണുമ്പിളക്കും പിള്ളേർക്കും തിന്നാൻ വേണ്ടി നമ്മുടെ പിള്ളേരെ ഹോമിക്കാനും തയ്യാറാകും, അല്ലാഹുവിന് വേണ്ടിയൊന്നും പറഞ്ഞ് നടക്കുന്ന സംഭവമൊന്നും നിങ്ങൾ കാണിക്കരുത്. ഇത് മുസ്ലിം പെൺകുട്ടികൾ ഇതിനെതിരെ ഇറങ്ങണം. കാര്യം വേറൊന്നുമല്ല, ഇങ്ങനെ വൃത്തിയായിട്ട മതം ഭൂമിയിൽ ഉണ്ടാകാനുള്ള കാരണം തന്നെ പെണ്ണാണ്. പെണ്ണിൻ്റെ ഇടുപ്പിൻ്റെ ചൂടിലാണ് ഈ പരിപാടി ഉണ്ടായിട്ടുള്ളതും അങ്ങ് ഫ്ലറിഷ് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മുൻകൈ എടുക്കണം ഇതിനകത്ത്, ഈ സംഭവത്തിനകത്ത്. ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവത്തിനകത്ത് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നു, അതുപോലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇതെടുത്തിട്ട്, മുസ്ലിം പെണ്ണുങ്ങൾ ഇതെടുത്തിട്ട് അതെന്താണ് ഈ പറഞ്ഞത്? ഇതാണ് കഴിവ്. ഇങ്ങനെ ഈ ഇതിനകത്ത് ഇങ്ങനെ ക്വാളിറ്റി ഇളക്കലാണ് കഴിവ്. എവിടെയെങ്കിലും ഒരു പൊത്ത് കാണണമെങ്കിൽ അതിനകത്ത് കൊണ്ടുപോയി ഇടലാണ് കഴിവ്. എല്ലാവരും കഴിവത് ഇതാണ്. ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്നവരാണ് ആണ്. അങ്ങനെയുള്ള ആണിനെയാണ് ഏത് പെണ്ണിനും വേണ്ടത്. ഏത് മെച്യൂറായിട്ടുള്ള ഏത് പക്വതയുള്ള പെണ്ണിനും വേണ്ടത് അങ്ങനെ ഒരു ആണിനെയാണ്. അവൾക്കും അവളുടെ പിള്ളേർക്കും വേണ്ടി ചിന്തിക്കുന്ന ആണിനെയാണ് വേണ്ടത്. മനസ്സിലായ? അവളുടെ ശരീരത്തിനെ കുറിച്ച് ഇവളിങ്ങനെ പ്രസവിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണടിച്ചു പോകും. ഞാൻ പെറാൻ വേണ്ടിയിട്ടൊരു മെഷീനാണ് പെണ്ണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പെറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെറിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിത്തുകളാണ് ആണെന്ന് പറഞ്ഞത്. വേറെ പണിയും ഇല്ല ഭൂമിയിലില്ലേ? ഇവന്മാർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിടണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനെതിരായിട്ട് കർശനമായിട്ട് ആൾക്കാർ എന്നെ കേൾക്കുന്ന ആരായാലും, ഞാൻ പൊതുവെ കാക്കാമാർക്ക് കേൾക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല, പക്ഷേ ഇത് കാക്കാച്ചി പെൺകുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കർശനമായിട്ട് ഇതിനകത്ത് ഇടപെടണം. കാര്യം ഇത് തെമ്മാടിത്തരമാണ്. ഇങ്ങനെയുള്ളത് ഉസ്താക്കന്മാരെന്ന് പറയും. ഇവന്മാരെ കച്ചവടം വെച്ച് പൊടിപ്പിക്കരുത്.